രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായി പി വി അൻവർ വളരെ മോശമായ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇന്നലെ നടത്തിയത്. നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെയുള്ള നാടാണ്. ആർക്കും ഏത് അഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ള അവസരമുണ്ട്. പക്ഷേ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയശങ്കറിനെ അദ്ദേഹത്തെ എറണാകുളത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം ഉരിയും അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒഴിക്കുമെന്നൊക്കെ പറയുന്ന പി വി അൻവർ, അതൊക്കെ അൻവർ നാട്ടിൽ വെച്ചാൽ മതി, അൻവർ വീട്ടിൽ വെച്ചാൽ മതി. ആ ബക്കറ്റിലെ ആ മാലിന്യ വെള്ളമൊക്കെ വീട്ടിലെ ആളുകളുടെ തലയിൽ ഒഴിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്വയം എടുത്ത് തലയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് എറണാകുളമാണ്. എറണാകുളത്ത് അൻവർ ഇതുപോലെ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്നൊന്നും അൻവർ കരുതണ്ട. അങ്ങനെ ചെയ്യാനും എറണാകുളത്തേക്ക് അൻവർ വരണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നാൽ അൻവർ മുട്ടിലെഴിഞ്ഞു പോകേണ്ടി വരും എന്നുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പ്രൊട്ടക്ഷൻ ആളുകളെ വെച്ചും തോക്ക് കൊണ്ടൊന്നും എറണാകുളത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. എറണാകുളത്ത് ഞങ്ങളെ പോലുള്ള കോൺഗ്രസ്സുകാർ ഒരു 4-5 പേര് നിവർന്നു നിന്നാൽ ഈ അൻവർ വന്ന കാലിൽ തിരിച്ചു പോകില്ല എന്നുകൂടി പറയാൻ കൂടി ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നു. കേരളത്തിൽ വർഗീയത പറഞ്ഞ് ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന സഗുനിയായ സംഘടനത്തിൽ എന്ന പരമ ചേട്ടയുടെ ആശനം താങ്ങിക്കൊണ്ട് ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയുന്ന ഒരു മൊട്ടത്തലയും വന്നിട്ടുണ്ട്. അസീസ് ഖാൻ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കോൺഗ്രസ് ആയിരുന്നല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ മൊട്ടത്തലയെ കുറിച്ച് ഒന്ന് പറയും. അവരുടെ ചപ്പക്കുറ്റി അടിച്ച് തകർക്കാൻ ആളില്ലാതെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആടെ വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് വോട്ട് ചെയ്ത് ചെറ്റൊക്കെ എടാ, ഒരു കോൺഗ്രസ്സുകാരനായ അസീസ് ഖാന്റെ അഭിപ്രായമാണ് നിന്നെ കുറിച്ച്, മനസ്സിലായില്ലേ? എനിക്കൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളെ തന്നെ നിന്നെ പോകുന്ന ആളുകൾക്ക് നേതാവ് അൻവർ കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ മുത്താണ്, മുത്ത്, മനസ്സിലായില്ലേ? ട്രെൻഡ് ഇപ്പം ഇങ്ങനെയാണ് കേരളത്തിൽ. അതൊക്കെ സത്യമല്ല പറയുന്നത്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ സത്യം പറയുന്നത്. അപ്പൊ നിനക്കൊക്കെ എന്താ അത്ര ചോദിച്ചത്? നിന്നെപ്പോലുള്ള കള്ളന്മാരുള്ളതുകൊണ്ടാണ്. അതെ അതെ, ഇലനക്കി അവന്റെ ചിറിനക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് നിന്നെയൊക്കെ പറയുന്നത്. ഒരു കോൺഗ്രസ്സുകാരനാണ് പറയുന്നത്. ആലോചിച്ചോ നീ? അൻവറിന്റെ ഒരു രോമത്തി തൊടാൻ നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല. ആ സങ്കരം വക്കിൽ ചെറ്റയുടെ തലയിൽ ഒഴിക്കാൻ വരുന്ന മാലിന്യം ഉണ്ടല്ലോ, കക്കൂസിന്റെ മാലിന്യം, അത് നിന്റെ തലയിലും കൂടി ഞങ്ങൾ ഒഴിക്കും. ഒഴിക്കും, വലിയ യാതൊരു സംശയം വേണ്ട. അല്ലേ? അൻവർ മുത്താണ്, മുത്ത്, മനസ്സിലായില്ലേ? അൻവറിന് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് അവിടെ നിന്ന് അടി കിട്ടാണ്ടിരുന്ന സൂക്ഷിച്ചോ, നീ നിന്റെ ശരീരം സൂക്ഷിച്ചോ.